ഏകദേശം 3000 വർഷങ്ങൾക്ക് മുമ്പ് രാജാക്കന്മാരും മറ്റും തിരിച്ചറിയപ്പെട്ടുകൊണ്ടിരുന്നത് അവർ നടത്തിയിരുന്ന യാഗങ്ങളുടെയും യജ്ഞങ്ങളുടെയും പേരിലാണ്. അത്തരത്തിൽ ഒരു ആചാരത്തിൽപ്പെട്ടതാണ് അശ്വമേധം അഥവാ കുതിരയെ ഉപയോഗിച്ചുള്ള യജ്ഞം. യജ്ഞം നടത്തുന്ന രാജാവ് തന്റെ കുതിരയെ അഴിച്ചുവിടുകയും കുതിര കടന്നു പോകുന്ന രാജ്യങ്ങളിലെ രാജാക്കന്മാർ യജ്ഞം നടത്തുന്ന രാജാവിന്റെ മേധാവിത്വം അംഗീകരിക്കും, അല്ലെങ്കിൽ കുതിരയെ പിടിച്ചുകെട്ടുകയും ചെയ്യണം. രാജാവിനോട് യുദ്ധം ചെയ്യുകയും വേണം. രാജാവിന്റെ യജ്ഞങ്ങളിലും മറ്റും സാധാരണ ജനങ്ങളെയും പങ്കെടുപ്പിച്ചിരുന്നു. ശൂദ്രർ ഒഴികെയുള്ള ജനങ്ങൾ, ബ്രാഹ്മണർ, ക്ഷത്രിയർ, വൈശ്യർ തുടങ്ങിയവർ പങ്കെടുത്തു. അന്നത്തെ കാലത്ത് നിലനിന്നിരുന്ന ഒന്നായിരുന്നു വർണ്ണ സിസ്റ്റം. ഋഗ്വേദത്തിന് ശേഷം രചിക്കപ്പെട്ട ചില പിൽക്കാല വേദങ്ങൾ ഉണ്ട്. അവയാണ് സാമവേദം, യജുർവേദം, അഥർവവേദം തുടങ്ങിയവ. ഇവയെല്ലാം രചിച്ചത് ബ്രാഹ്മണരാണ്. ഇതിൽ ഓരോ ആചാരങ്ങളും എങ്ങനെയാണ് പാലിക്കേണ്ടതെന്നും സമൂഹത്തിൽ പാലിക്കേണ്ട നിയമങ്ങളെക്കുറിച്ചും പ്രതിപാദിക്കുന്നു. ബ്രാഹ്മണർ ജനങ്ങളെ 4 ഗ്രൂപ്പായി തരംതിരിച്ചു. ഇതിനെ വർണ്ണം എന്നാണ് പറയുന്നത്. വർണ്ണമനുസരിച്ച് ഓരോ വർണ്ണത്തിനും ഓരോ പ്രവർത്തന രീതിയാണ്. വർണ്ണത്തിൽ ഒന്നാമത്തേതും ഉയർന്ന വർണ്ണവും ബ്രാഹ്മണന്റേതാണ്. വേദങ്ങൾ പഠിക്കുന്നതിനും പഠിപ്പിക്കുന്നതിനും യജ്ഞങ്ങൾ നടത്തുന്നതിനും പാരിതോഷികങ്ങൾ സ്വീകരിക്കുന്നതിനും അർഹർ ബ്രാഹ്മണരായിരുന്നു. 2ാം സ്ഥാനം ഭരണാധികാരികൾക്കും അഥവാ ക്ഷത്രിയർക്കുമായിരുന്നു. യുദ്ധം ചെയ്യുകയും ജനങ്ങളെ സംരക്ഷിക്കുകയും ചെയ്യേണ്ടത് ക്ഷത്രിയന്റെ കടമയായിരുന്നു. 3ാമത്തെ വരേണ്യവർഗമായിരുന്നു വൈശ്യർ. അവർ കച്ചവടക്കാരും കൃഷിക്കാരുമായിരുന്നു. 4ാമത്തെ വർണ്ണമാണ് ശൂദ്രർ. ഇവർക്ക് മറ്റു 3 വിഭാഗത്തെയും സേവിക്കുക എന്നതായിരുന്നു ജോലി. യജ്ഞങ്ങളിൽ പങ്കെടുക്കുന്നതിനോ ആചാരങ്ങൾ പാലിക്കുന്നതിനോ ഒന്നും തന്നെ അവർക്ക് അവകാശമുണ്ടായിരുന്നില്ല. ശൂദ്രർക്കൊപ്പമായിരുന്നു സ്ത്രീകളുടെയും സ്ഥാനം. അവർക്ക് വേദങ്ങൾ പഠിക്കാനുള്ള അവകാശമുണ്ടായിരുന്നില്ല. ജനനത്തിന്റെ അടിസ്ഥാനത്തിൽ ആണ് ഇത്തരം വർണ്ണത്തിന്റെ വേർതിരിവ് എന്നാണ് ബ്രാഹ്മണരുടെ പക്ഷം. അതായത് മാതാപിതാക്കൾ ബ്രാഹ്മണരായാൽ മക്കളും ബ്രാഹ്മണരാകുന്നു. ശവസംസ്കാരവുമായി ബന്ധപ്പെട്ട അല്ലെങ്കിൽ ശവമടക്കവുമായി ബന്ധപ്പെട്ട ആൾക്കാരുമായി ഏതെങ്കിലും തരത്തിലുള്ള ബന്ധം പുലർത്തുന്നത് തങ്ങൾക്ക് അശുദ്ധി വരുത്തുമെന്ന് എന്നാണ് ഉയർന്ന വർഗക്കാരുടെ പക്ഷം. ഈ വർണ്ണ സിസ്റ്റത്തെ എതിർത്തിരുന്നവർ അക്കാലത്തും ഉണ്ടായിരുന്നു. ബ്രാഹ്മണ മേധാവിത്വം അവർ അംഗീകരിച്ചിരുന്നില്ല. പിൽക്കാല വേദ കാലഘട്ടത്തിൽ ജനങ്ങൾ പ്രാദേശികമായി ജീവിക്കാൻ ആരംഭിക്കുകയും അത്തരത്തിലുള്ള പ്രദേശങ്ങളെ ജനപഥങ്ങൾ അഥവാ രാജ്യങ്ങളെന്നും വിളിച്ചു. ഓരോ പ്രദേശത്തും ഒരു പ്രത്യേക വംശമായിരിക്കും ഉണ്ടായിരിക്കുക. സാങ്ഖ്യ, മല്ലാസ് തുടങ്ങിയവർ ഇത്തരത്തിൽ ഗംഗാതീരങ്ങളിലുള്ളവരായിരുന്നു. ഇവരാണ് ആര്യന്മാരെന്ന് പിന്നീട് അറിയപ്പെട്ടവർ. ജനപാദങ്ങൾ എന്നാൽ യജ്ഞങ്ങൾ ചെയ്ത് തിരിച്ചറിയപ്പെട്ടു തുടങ്ങിയ രാജാക്കന്മാർ. പിന്നീട് അറിയപ്പെട്ടു തുടങ്ങിയത് ജനപാദങ്ങളുടെ രാജാവ് എന്നാണ്. ജനപാദങ്ങൾ എന്നാൽ ജനങ്ങൾ അവരുടെ പാദങ്ങൾ ഉറപ്പിച്ച ഭൂമി, അതായത് അവരുടെ വാസസ്ഥലം എന്നാണ്. പുരാവസ്തു ഗവേഷകർ ഖനനം ചെയ്ത് എടുത്ത നിരവധി സെറ്റിൽമെന്റ്സിൽ ഈ ജനപദങ്ങളുടേതാണ്. ഡൽഹിയിലെ പുരാന കില, മീററ്റിനടുത്തുള്ള ഹസ്തിനപുര, അത്രാഞ്ചിഖേര ഇതെല്ലാം ഉത്തർപ്രദേശിലാണ്. ഈ പ്രദേശങ്ങളിലെ ജനങ്ങൾ താമസിച്ചിരുന്നത് കുടിലുകളിലാണ് എന്നായിരുന്നു ഗവേഷകരുടെ കണ്ടെത്തൽ. കന്നുകാലികളെയും മൃഗങ്ങളെയും അവർ വളർത്തിയിരുന്നു. വിവിധ തരം വിളകളും വളർത്തിയിരുന്നു. മൺപാത്രങ്ങളും നിർമ്മിച്ചിരുന്നു. ഗ്രേ കളർ ആയിരുന്നു അവയിൽ ചിലവ റെഡ് കളറിലും ഉണ്ടായിരുന്നു. അവിടെ കണ്ടെത്തിയ സ്പെഷ്യൽ ആയിട്ടുള്ള പോട്ടറി ആയിരുന്നു പെയിന്റഡ് ഗ്രേ വെയർ. പേര് പോലെ ഗ്രേ പോട്ടില് ഡിസൈൻ പെയിന്റ് ചെയ്തിരുന്നു. സിമ്പിൾ ലൈൻസ്, ജോമെട്രിക് പാറ്റേൺ തുടങ്ങിയവയായിരുന്നു ഡിസൈൻ. മഹാജനപദാസ് എന്നാൽ ഏകദേശം 2500 വർഷങ്ങൾക്ക് മുമ്പ് ജനപദങ്ങളിൽ ചിലത് വളരെയധികം മേൽക്കോയ്മ നേടുകയും മഹാജനപദാസ് എന്നറിയപ്പെടുകയും ചെയ്തു. തലസ്ഥാനങ്ങളുള്ളവയും കോട്ടകളുള്ളവയുമായിരുന്നു കൂടുതൽ മഹാജനപദങ്ങളും. കോട്ടകൾ ജനങ്ങളുടെ സുരക്ഷയ്ക്കും രാജാവിന്റെ പ്രതാപം കാണിക്കുന്നതിനും ഭരണം എളുപ്പമാക്കുന്നതിനും ഉപകരിച്ചു. പിക്ചറിൽ കൗശംബിയെ ഒരു കോട്ട ഭിത്തി കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. യുപിയിലാണിത് ഇന്നുള്ളത്. 2500 വർഷം പഴക്കമുണ്ട് ഇതിന്. നിരവധി പുരുഷന്മാരും സ്ത്രീകളും കുട്ടികളും ഒക്കെ ഇതിന് നിർമ്മാണത്തിന് പിന്നിൽ ഉണ്ട്. ധാരാളം അസംസ്കൃത വസ്തുക്കളും ഈ കോട്ട നിർമ്മിക്കുവാനായിട്ട് ഉപയോഗിച്ചിട്ടുണ്ട്. മഹാജനപദങ്ങളുടെ ഭാഗമായ രാജാക്കന്മാർ പട്ടാളം രൂപീകരിക്കുകയും അവർക്ക് സ്ഥിര ശമ്പളം നൽകുകയും അവയെ മെയിൻറ്റെയിൻ ചെയ്തു കൊണ്ടുപോവുകയും ചെയ്തിരുന്നു. പഞ്ച്മാർക്ഡ് കോയിനായും അവരുടെ പേയ്മെന്റ്സ് പട്ടാളക്കാർക്ക് നൽകിയിരുന്നു. മഹാജനപദയുടെ പ്രത്യേകത എന്തെന്നാൽ ഓരോ മഹാജനപദവും ഒരു രാജാവ് ഉണ്ടായിരിക്കും. ഗ്രാമങ്ങൾ ഗ്രാമണിയുടെ നിയന്ത്രണത്തിലായിരിക്കും. വർണ്ണ സിസ്റ്റത്തിൽ ജനങ്ങളെ തരം തിരിച്ചിരുന്നു. രാഷ്ട്രീയപരമായി മഹാജനപദാസിനെ നോക്കിയാൽ 2 തരം ഭരണമാണ് മഹാജനപദാസിൽ ഉണ്ടായിരുന്നത്. രാജഭരണവും സ്വതന്ത്ര ഭരണവും. രാജഭരണത്തിൽ രാജാവും സ്വതന്ത്ര ഭരണത്തിൽ ഗണപതുമാണ് ഭരിച്ചിരുന്നത്.
ഇനി മഹാജനപദങ്ങളില് നികുതി ഏർപ്പെടുത്തിയിരുന്നു. കോട്ടകൾ നിർമ്മിക്കുവാനും പട്ടാളത്തെ മെയിൻറ്റെയിൻ ചെയ്യുന്നതിനും ധാരാളം പണം ആവശ്യമായിരുന്നതിനാൽ ജനങ്ങളിൽ നിന്നും നികുതി പിരിച്ചിരുന്നു. വിളകളുടെ ആറിലൊന്നും കൃഷിക്കാർ നൽകണം. കച്ചവടക്കാര്, കൈത്തൊഴിലുകാര് തുടങ്ങിയവരിൽ നിന്നെല്ലാം കരം പിരിച്ചെടുത്തിരുന്നു. വേട്ടക്കാരിൽ നിന്നും കാട്ടുവാസികളിൽ നിന്നും വരെ കരം പിടിച്ചെടുത്തിരുന്നു. ഇനിയും അഗ്രികൾച്ചറൽ സിസ്റ്റം എങ്ങനെയായിരുന്നു നോക്കിയാല്, രണ്ടു വലിയ മാറ്റങ്ങൾ കൃഷിയിലവർ കൊണ്ടുവന്നു. ഒന്ന്, ഇരുമ്പ് കൊണ്ടുള്ള കലപ്പ അവർ ഉപയോഗിച്ചു. അതുപോലെ പാടി ട്രാൻസ്പ്ലാന്റേഷൻ അവർ സ്റ്റാർട്ട് ചെയ്യുകയുണ്ടായി. തുടക്കത്തില് നമ്മൾ വർണ്ണ സിസ്റ്റത്തെ കുറിച്ച് പറഞ്ഞിരുന്നു. ഈ സിസ്റ്റം പിന്നീട് കാസ്റ്റ് സിസ്റ്റം അഥവാ ജാതി വ്യവസ്ഥയായിട്ട് മാറി. അതിനെ തുടർന്ന് ബ്രാഹ്മണർ അറിവ് പകർന്നു നൽകുന്നവരായി, ക്ഷത്രിയർ ഭരണാധികാരികളായി, വൈശ്യർ വ്യാപാരം നടത്തി, ശൂദ്രർ എന്നത് മുഖ്യധാരയിലേക്ക് പ്രവേശനം നിഷേധിക്കപ്പെട്ട അടിമകളുമായി തീർന്നു. മഹാജനപദങ്ങളുടെ കാലഘട്ടത്തിൽ പ്രസിദ്ധമായ രണ്ട് പ്രദേശങ്ങളാണ് മഗധയും വജ്ജിയും. ഗംഗാനദിയുടെ ഫലഭൂയിഷ്ടമായ തീരത്ത് ബീഹാറിന് തെക്കായി ഉയർന്നു വന്ന വലിയൊരു സാമ്രാജ്യമായിരുന്നു മഗധ. ബിംബിസാരയും അശോകനും മഗധ സാമ്രാജ്യത്തിലെ പ്രഗത്ഭരായ ചക്രവർത്തിമാരായിരുന്നു. ഏകദേശം 200 വർഷങ്ങളോളം മഗധ തന്റെ പ്രൗഢി നിലനിർത്തി. ഗംഗാനദിയും സോൺ നദിയും മഗധയിലൂടെയാണ് ഒഴുകിയിരുന്നത്. അതുകൊണ്ട് തന്നെ ഗതാഗതവും ജലസേചനത്തിനും മണ്ണിന്റെ ഫലഭൂയിഷ്ഠതയ്ക്കുമെല്ലാം ഇത് ഉപകരിച്ചു. മഗധ രാജ്യത്തിന്റെ ഒരു ഭാഗം കാടായിരുന്നു. അതുകൊണ്ട് തന്നെ ആനയെ മെരുക്കി യുദ്ധത്തിനായി ഉപയോഗിച്ചിരുന്നു. തടികളും ലഭ്യമായിരുന്നതിനാൽ ധാരാളം രഥങ്ങളും മറ്റും അവർക്ക് നിർമ്മിക്കാനായിട്ട് സാധിച്ചു. മഗധയിലെ രണ്ട് പ്രഗത്ഭന്മാരായ ഭരണാധികാരികളായിരുന്നു ബിംബിസാരയും അജാതശത്രുവും. വളരെ പ്രധാനിയായ മറ്റൊരു റൂളറായിരുന്നു മഹാപത്മനന്ദ. അദ്ദേഹം മഗധ സാമ്രാജ്യത്തെ ഇന്ത്യൻ സബ് കോണ്ടിനെന്റിന്റെ വടക്കേ പടിഞ്ഞാറ് വരെയും വ്യാപിപ്പിച്ചു. ബീഹാറിലെ സ്ഥലമായിരുന്ന രാജഗിർ ആണ് വർഷങ്ങളോളം മഗധയുടെ തലസ്ഥാനമായിരുന്നത്. പിന്നീട് അത് പാടലീപുത്രത്തിലേക്ക് മാറ്റി. ഇന്നത്തെ പാറ്റ്ന എന്നാണ് അറിയപ്പെടുന്നത്. ഏകദേശം 2300 വർഷങ്ങൾക്ക് മുമ്പ് യൂറോപ്പിലെ മാസഡോണിയയിലെ ഉള്ള ചക്രവർത്തിയായിരുന്ന അലക്സാണ്ടർ ലോകം കീഴടക്കണമെന്ന തീരുമാനത്തിൽ ഈജിപ്തിന്റെ ചില ഭാഗങ്ങളും പടിഞ്ഞാറൻ ഏഷ്യയും ആക്രമിച്ച് ഇന്ത്യൻ സബ് കോണ്ടിനെന്റിനെ കീഴടക്കാനായി എത്തിയപ്പോൾ അലക്സാണ്ടർ ചക്രവർത്തിയുടെ പട്ടാളക്കാർ ഭയത്താൽ ഇന്ത്യൻ സബ് കോണ്ടിനെന്റിനെ ആക്രമിക്കാൻ വിസമ്മതിക്കുകയും രഥങ്ങളും ആനകളും ഉൾപ്പെടെ വലിയൊരു സംഘം കാലാൾപ്പട ഇന്ത്യൻ ചക്രവർത്തിമാർക്ക് ഉണ്ട് എന്ന് അലക്സാണ്ടർ ചക്രവർത്തിയെ ബോധിപ്പിക്കുകയും ചെയ്തു. തുടർന്ന് അലക്സാണ്ടർ ചക്രവർത്തി യുദ്ധത്തിൽ നിന്നും പിന്മാറുകയായിരുന്നു. മഗധ വളരെ വലിയൊരു സാമ്രാജ്യമായി തീർന്നപ്പോൾ വജ്ജി മറ്റൊരു ഭരണ സംവിധാനമായി മാറി. വജ്ജി എന്നത് ഗംഗയുടെ വടക്കു ഭാഗത്തുള്ള 8 വംശങ്ങളുടെ ഒരു കൂട്ടായ്മയായിരുന്നു. ഇവരിൽ പ്രസിദ്ധർ വിദേഹാസ്, ലിച്ചാവീസ്, ജ്ഞാനത്രികാസ് എന്നിവരായിരുന്നു. ഇവരുടെ കീഴിൽ ഉണ്ടായിരുന്ന സമർത്ഥമായ ഒരു സിറ്റി ആയിരുന്നു വൈശാലി. വൈശാലിയായിരുന്നു വജ്ജിയുടെ തലസ്ഥാനമായി നിന്നിരുന്നത്. ഇത് വൈശാലി ഇന്നത്തെ ബീഹാറിലാണ് ഉള്ളത്. ഇതിന് വേറൊരു തരത്തിലുള്ള ഭരണ സംവിധാനമായിരുന്നു ഉണ്ടായിരുന്നത്. ഗണ അഥവാ സംഘ എന്ന രീതിയിലായിരുന്നു വജ്ജിയുടെ ഭരണ സംവിധാനം. ഗണ എന്നാൽ ഒരുപാട് അംഗങ്ങളുടെ ഗ്രൂപ്പ് എന്നാണ് അർത്ഥം. സംഘ എന്നാൽ ഓർഗനൈസേഷൻ അല്ലെങ്കിൽ അസോസിയേഷൻ എന്നൊക്കെയാണ് പറയുന്നത്. ഇവിടെ നിരവധി ഭരണാധികാരികൾ ചേർന്നായിരുന്നു ഗണ എന്നുള്ളത്. അവരെ രാജ എന്നാണ് വിളിച്ചിരുന്നത്. ഇവരെല്ലാം ഒത്തുചേർന്ന് തീരുമാനങ്ങൾ എടുത്തിരുന്നു. ബുദ്ധനും മഹാവീരനും ഇത്തരത്തിലുള്ള ഗണ അല്ലെങ്കിൽ സംഖ്യയിൽപ്പെട്ടവരായിരുന്നു. 2300 വർഷങ്ങൾക്ക് മുമ്പ് ബുദ്ധന്റെ സംഭാഷണങ്ങൾ എഴുതി ചേർത്ത ഗ്രന്ഥമാണ് ദിഖനികായ. ഇതില് വജ്ജികളെ കുറിച്ച് പ്രതിപാദിക്കുന്നുണ്ട്. അജാതശത്രു തന്റെ മന്ത്രിയായ വാസകരയെ ബുദ്ധന്റെ അടുക്കലേക്ക് അയക്കുന്നു. വജ്ജിയെ ആക്രമിക്കാൻ തനിക്ക് പദ്ധതി ഉണ്ടെന്ന് അതിൽ ബുദ്ധനോട് പറയുകയും അദ്ദേഹത്തിന്റെ ഉപദേശങ്ങൾ അജാതശത്രു തേടുന്നതുമാണ് സംഭാഷണങ്ങൾ. ബുദ്ധിസത്തെക്കുറിച്ചും ജൈനിസത്തെക്കുറിച്ചും ഒക്കെ നമുക്ക് വരും ക്ലാസ്സുകളിൽ കൂടുതൽ വിശദമായിട്ട് പഠിക്കാനുണ്ട്.